അപ്പൊ നമുക്ക് നോക്കാല്ലേ? വായിച്ചായോ? ഇതാരാ വന്നിരിക്കാൻ നോക്കിയ? ചില ബിഷപ്പുമാർക്കൊക്കെ പ്രത്യേക ഒരു രോമാഞ്ചമുണ്ട്. BJP നേതാക്കന്മാരെ വിളിച്ചാൽ പ്രത്യേക രോമാഞ്ചം. എന്ത് പ്രഹസനമാണ് സജി. ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കിയപ്പോ എന്തൊരാശ്വാസം. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. കർത്താവിനെ മറന്നുള്ള കളി ശരിയല്ല പാപ്പച്ച. അദ്ദേഹത്തെ പ്രതികരിക്കുന്ന സഭയ്ക്ക് തീർച്ചയായിട്ടും അപമാനകരമായിരിക്കും ഇങ്ങനെ ഒരാള് ഈ സമുദായത്തെ പ്രതികരിച്ച് കേരളത്തിൽ മന്ത്രിയായി എന്നുള്ളത്. തോന്നിവാസം പറഞ്ഞാലുണ്ടല്ലോ. എന്താ പറഞ്ഞത് ശരിയല്ലേ? ഇതൊന്നും ആർക്കും അറിയില്ല എന്നാ വിചാരം. ഇദ്ദേഹം ഇത് ആദ്യമായിട്ടല്ലല്ലോ ഇതുപോലുള്ള പരാമർശങ്ങൾ നടത്തുന്നത്. ഇങ്ങനെ ബെല്ലും ബ്രേക്കുമില്ലാത്ത ഒരാള് മന്ത്രിയായിട്ടിരിക്കുന്നു, അത് സാംസ്കാരിക മന്ത്രിയായിട്ടിരിക്കുന്നു എന്നുള്ളത് കേരള സംസ്ഥാനത്തിനും മന്ത്രിസഭയ്ക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അപമാനമാണ് എന്നുള്ളതാണ് അതിൽ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം. സത്യമാണ്. അതെ, വെരി ഗുഡ്. ഇതുപോലെ ഓരോരുത്തരും ഇങ്ങനെ കെട്ടഴിച്ച് വിട്ടിരിക്കുക. അവരെന്താ പറയുന്നതെന്ന് അവർക്ക് തന്നെ അറിയാം. വിടുവായത്തം വേണ്ട. രാജാവ് തന്നെയാ. കളിച്ചാ ശരിക്കും കളി പഠിപ്പിക്കും. അവരൊരു തമാശ പറഞ്ഞല്ലേ ഏട്ടാ. ഈ മന്ത്രിസഭയുടെ മന്ത്രിമാരുടെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒരാളെ കാണുമ്പോൾ നമുക്ക് മറ്റാൾ എത്ര ഭേദം. അത് മുതലാളിക്ക് എങ്ങനെ മനസ്സിലായി? എന്റെ മൊത്തത്തിലുള്ള സെറ്റപ്പ് കണ്ടാലും അറിയാം. ഇപ്പൊ ബിന്ദുവിന്റെ പ്രസംഗം കേൾക്കുമ്പോൾ നമുക്ക് ഒന്ന് ശിവൻകുട്ടി എത്ര മെച്ചം. ശിവൻകുട്ടിയെ കാണുമ്പോ തോന്നുന്നു സജി ചെറിയാനല്ലേ ഭേദം. അങ്ങനെ ഒന്നിനൊന്ന് മികച്ച മന്ത്രിമാരാണ് നമുക്ക് ഇത്തവണ ഉള്ളത്. അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കും. ഇതിനേക്കാൾ മോശപ്പെട്ട കാര്യങ്ങൾ വരും ദിവസങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു. കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. ഉത്തമ, നമ്മുടെ പാർട്ടിയെ നമ്മൾ തന്നെ വിമർശിക്കരുത്. അതും ഇന്നത്തെ ചുറ്റുപാട്. സംസ്ഥാനത്തിന്റെ ഭരണം കൈയാളുന്ന ഒരു മന്ത്രി ഈ തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം അധിക്ഷേപകരമായിട്ടുള്ള പരാമർശങ്ങളാണ് നടത്തിയിട്ടുള്ളത്. കാരണപ്പോഴുള്ള മാന്യന്മാര് ഇതുപോലുള്ള അലവലാളികൾ കൊണ്ട് നടക്കരുത്. എന്ത് ചെയ്യാനാ? കഞ്ഞിയും വെള്ളവും കുടിച്ച് ജീവിച്ചോട്ടെ നേരിയ ആറ് പറഞ്ഞുകൊണ്ട് നിന്നെ ഞാൻ വെറുതെ വിടും. കാരണം ഈ തരത്തിലുള്ള അധിക്ഷേപങ്ങളും അസഭ്യങ്ങളും പറയുന്ന ആളുകൾക്ക്, അങ്ങനെയുള്ളവർക്ക് അംഗീകാരം കിട്ടുക എന്നുള്ളതാണ് പിണറായി സർക്കാരിന്റെ പ്രത്യേകത. രാഘവൻ പറഞ്ഞത് വാസ്തവം. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.